2025 ജൂലൈ 6 സിറാജ് എഡിറ്റോറിയൽ. ഇന്ത്യ ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ ഹോട്ട്സ്പോട്ട്. അഹമ്മദാബാദിലെ സർക്കാർ ആശുപത്രിയിൽ നടന്ന അനധികൃത മരുന്ന് പരീക്ഷണത്തിൽ ഇടപെട്ടിരിക്കുകയാണ് നാഷണൽ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ (NOTTO). ഇവിഷയകരമായി സംസ്ഥാന ആരോഗ്യ വകുപ്പിനോട് വിശദീകരണം തേടിയിരിക്കുന്നു. NOTTO ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഹെൽത്ത് സർവീസസിനു കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് NOTTO. അനധികൃത മരുന്ന് പരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെന്ററിൽ 1997-2017 കാലഘട്ടത്തിലാണ് വൃക്ക രോഗികളിൽ മരുന്ന് പരീക്ഷണം നടന്നത്. പരീക്ഷണങ്ങൾക്ക് വിധേയരായ 2352 രോഗികളിൽ 741 പേർ മരണപ്പെട്ടു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ നടത്തിയ ഈ പരീക്ഷണവും മരണവും വൻ വിവാദമായിരുന്നു. 91% പരീക്ഷണങ്ങളും പരാജയമായിരുന്നുവെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. പരീക്ഷണത്തിന് വിധേയരായ 569 പേരിൽ വൃക്ക മാറ്റിവെക്കൽ ചികിത്സ പരാജയപ്പെടുകയും 110 പേർക്ക് ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്ത വിധം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതായും CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യാന്തര മരുന്ന് കമ്പനികളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട ആശുപത്രിയിലെ ചില ഡോക്ടർമാരാണ് പരീക്ഷണം നടത്തിയത്. അഹമ്മദാബാദ് കോർപ്പറേഷന്റെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനമായ VS ഹോസ്പിറ്റലിലും അംഗീകാരമില്ലാതെയും നിയമവിരുദ്ധമായും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. 2021-2025 കാലത്ത് എത്തിക്സ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ 500ഓളം രോഗികളിലാണ് ഈ സ്ഥാപനത്തിലെ ഡോക്ടർമാർ 50ഓളം കമ്പനികളുടെ മരുന്നുകൾ പരീക്ഷിച്ചത്. ഇതുവഴി ലഭിച്ച 1.87 കോടി രൂപ ആശുപത്രി അക്കൗണ്ട് വഴി അല്ലാതെ ഡോക്ടർമാരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കാണ് എത്തിയതെന്ന് അഹമ്മദാബാദ് കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനു പിന്നാലെ ഈ ആശുപത്രിയിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ. വിദേശ മരുന്ന് കമ്പനികളുടെ മരുന്ന് പരീക്ഷണത്തിനുള്ള ഒരു ഹോട്ട്സ്പോട്ട് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. പുതിയ മരുന്ന് പരീക്ഷണങ്ങൾക്ക് കൂടുതലും ഇന്ത്യക്കാരെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ബംഗളൂരുവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ രാജ്യാന്തര ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തി. ആസ്മ, ബാക്ടീരിയൽ അണുബാധ, ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ മരുന്നുകൾക്കുള്ള പരീക്ഷണത്തിന് വിധേയരായവരിൽ 60% കൂടുതൽ ഇന്ത്യക്കാരാണെന്ന് PLOS-1 ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു. ലോകമെങ്ങും രോഗികളുള്ള യൂവിറ്റിസ്, മൂലക്കുരു രോഗങ്ങൾ, രക്തഭ്രമം, കോവിഡ് അണുബാധ തുടങ്ങിയ രോഗങ്ങൾക്ക് പോലും മരുന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് കൂടുതലും ഇന്ത്യക്കാരാണ്. ബ്രസീൽ, റഷ്യ, മലേഷ്യ തുടങ്ങി ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലെ മരുന്ന് പരീക്ഷകർ തദ്ദേശീയരായ ജനങ്ങളെ ഉപയോഗപ്പെടുത്താതെ ഇന്ത്യക്കാരെ തേടി വരികയാണെന്നും ഇത് നീതീകരിക്കാനാകില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മരുന്ന് പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നിയമങ്ങളിലെ ഉദാരത, ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളുടെ അഭാവം തുടങ്ങിയ ഘടകങ്ങളാണ് വിദേശ മരുന്ന് കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. നേരത്തെ കർശനമായിരുന്നു ക്ലിനിക്കൽ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യത്തെ നിയമങ്ങൾ. 2005 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമങ്ങൾ ഭേദഗതി ചെയ്തതോടെയാണ് നിയമത്തിൽ അയവ് വന്നത്. ബഹുരാഷ്ട്ര കമ്പനികളുടെ ക്ലിനിക്കൽ ഗവേഷണം നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും സർക്കാർ നിയോഗിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ അനുമതി ആവശ്യമാണ്. എന്നിട്ടും മരുന്ന് കമ്പനികൾക്ക് കൂടുതൽ ഇന്ത്യക്കാരെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എത്തിക്സ് സമിതികളുടെ ശ്രദ്ധക്കുറവോ വഴിവിട്ട കളികളോ ആയിരിക്കാം ഇതിനു പിന്നിലെന്ന് അനുമാനിക്കപ്പെടുന്നു. വില കൂടിയ കാറുകൾ, വിദേശയാത്ര തുടങ്ങി വിവിധ ഓഫറുകൾ നൽകിയാണ് കമ്പനികൾ ഡോക്ടർമാരെ വശത്താക്കുന്നത്. 2002 മുംബൈ ആസ്ഥാനമായുള്ള ഒരു മരുന്ന് കമ്പനി 300 നെഫ്രോളജിസ്റ്റുകളെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സിംഗപ്പൂർ സന്ദർശനത്തിന് കൊണ്ടുപോയിരുന്നു.
മരുന്ന് പരീക്ഷണത്തിന് ഡോക്ടർമാരുടെ സഹകരണവും പോസിറ്റീവ് ഫലവും സാധ്യമാക്കുകയായിരുന്നു ഇതിനു പിന്നിലെ കമ്പനികളുടെ താൽപര്യം. രോഗികളെ പണം കൊടുത്ത് വശീകരിച്ചോ പലപ്പോഴും രോഗികൾ അറിയാതെയോ ആണ് ക്ലിനിക്കൽ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ഇൻഡോറിലെ MGM മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തെ ഒരു സർക്കാർ ആശുപത്രിയിലും രോഗികൾ അറിയാതെ പരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട് വന്നിരുന്നു. ഇത്തരം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള നല്ലൊരു ലബോറട്ടറിയാണ് ഇന്ത്യയെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പറയാൻ ഇടയാക്കിയതിന്റെ സാഹചര്യവും ഇതൊക്കെയായിരിക്കണം.